ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് എന്തെല്ലാം തരത്തിലുള്ള വെല്ലുവിളികളാണ് അന്തർഭാഗത്തു നിന്നും ബാഹ്യഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് മതപരമായ വെല്ലുവിളിയുണ്ട് ഭാരതത്തിൻ്റെ സംസ്കാരത്തിന്. പുറത്തു നിന്നുള്ള സംസ്കാരങ്ങളുടെ അടിച്ചുകയറ്റത്തിൻ്റെ വെല്ലുവിളിയുണ്ട്. പുറത്തു നിന്ന് വരുന്ന സാഹിത്യരചനകൾ ഭാരത സംസ്കാരത്തെ തകർക്കാൻ ശ്രമിക്കുന്നതിൻ്റെ വെല്ലുവിളികൾ നേരിടണം. മാർക്സിസത്തിൻ്റെ വെല്ലുവിളിയുണ്ട് ഭാരതത്തിലെ. ഈ വെല്ലുവിളികളെല്ലാം നേരിട്ടുകൊണ്ട് ഇവൻ നിൽക്കുകയാണ്. ഭാരതത്തിൻ്റെ പ്രാചീന സംസ്കൃതിയുടെ സംരക്ഷണത്തിൻ്റെ നെടും കോട്ടയായി മഹാഭാരതം ഭാരതത്തിൻ്റെ സാംസ്കാരികമായ അതിർത്തികളെ, പ്രജ്ഞാപരമായ അതിർത്തികളെ കാത്തുരക്ഷിച്ചുകൊണ്ട് സ്വീകരിക്കാവുന്നവയെല്ലാം ബാഹ്യ ലോകങ്ങളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ട് നിലനിർത്തിയിരിക്കുന്നത് ഈ വ്യാസൻ ഒരൊറ്റ ഒരാൾ. അല്ലാതെ ആരാണ് ഭാരതത്തിൻ്റെ സംസ്കാരത്തെ അടിക്കാനാണ് ഓരോ ഭാരതീയനും, തകർക്കാനാണ് ഓരോ ഭാരതീയനും ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് പലതരം പേരുകൾ പറയും. സംസ്കാരത്തിൻ്റെ പേര് പറയും, മതേതരത്വത്തിൻ്റെ പേര് പറയും, ഒരേ ജനതയുടെ പേര് പറയും, ആഗോളീകരണത്തിൻ്റെ പേര് പറയും, വ്യവസായവത്കരണത്തിൻ്റെ പേര് പറയും, വ്യാപാരവത്കരണത്തിൻ്റെ പേര് പറയും, വാണിജ്യവത്കരണത്തിൻ്റെ പേര് പറയും. എന്തു പറഞ്ഞാലും ഈ സംസ്കാരത്തെ, വ്യാസ സംസ്കൃതിയെ തകർക്കാനുള്ള പ്രവണതകളാണ് ആന്തരഭാഗത്തു നിന്നും ബഹിർഭാഗത്തു നിന്നും ഭാരതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ചെറുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. മഹാഭാരതം നമ്മുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. ഇവിടുത്തെ ജനങ്ങളുടെ, ഇതിനെ തകർക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഹൃദയത്തിൽ പോലും മഹാഭാരതം ജീവിക്കുന്നു. കാരണം എല്ലാവരും, ഏത് പാർട്ടിയും ആയിക്കോട്ടെ, ഏത് പാർട്ടിയിൽപ്പെട്ട ആളുകളും സത്യത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. എന്താ നിങ്ങൾ നുണ പറയുന്നത്? നിങ്ങൾ സത്യം പറയുന്നതാണ്. ജനിച്ചിട്ട് നേരെ പറഞ്ഞിട്ടില്ലാത്ത നേതാവ് പോലും മറ്റൊരാൾ നുണ പറയുമ്പോൾ എന്താണ് നുണ പറയുന്നത്? നിങ്ങൾ സത്യം പറയൂ എന്നാണ് ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ആവശ്യപ്പെടുന്നത്. ഓർക്കാപ്പുറത്ത് പോലും നേര് പറയുന്നവരല്ല പല ആളുകളും. ഒരു ഓർമ്മത്തെറ്റ് എന്ന നിലയിൽ പോലും നേര് പറയില്ല പല ആളുകളും. പക്ഷേ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? സത്യമേ പറയാവൂ എന്നാണ്. എവിടെ നിന്ന് വന്നു ഈ സത്യമേ പറയാവൂ? അഹിംസ പരമം സത്യം. സത്യത്തെക്കാൾ വലിയ, സത്യത്തിൽ നിന്നാണ് അഹിംസ ഉണ്ടാകുന്നത്. സത്യമില്ലെങ്കിൽ അഹിംസയില്ല. സത്യമുള്ളതുകൊണ്ടാണ് മറ്റൊരാളെ നാം പീഡിപ്പിക്കാൻ പാടില്ല എന്നുള്ള തത്വം വരുന്നത്. അപ്പോൾ സത്യമേ പറയാവൂ, സത്യം ബ്രൂയാത്, സത്യമേ പറയാവൂ എന്ന അനുശാസനം നിൽക്കുകയാണ് ഇപ്പോഴും ഭാരതത്തിൽ. എന്തെല്ലാം തരത്തിലുള്ള സാംസ്കാരികമായ വ്യതിയാനങ്ങളും ഭരണപരമായ വ്യതിയാനങ്ങളും താത്വികമായ, സൈദ്ധാന്തികമായ, ദാർശനികമായ, പ്രജ്ഞാപരമായ വ്യതിയാനങ്ങൾക്കും ഭാരതം വിധേയമായിട്ടും വ്യാസൻ്റെ വാക്കുകൾ ഭാരതത്തെ കാത്തുരക്ഷിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. നീഷെ പറയും സത്യത്തിനൊന്നും യാതൊരു അർത്ഥമില്ല. ഇമ്മാനുവൽ കാന്റ് പറയും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം പ്രശ്നമായിരിക്കുമ്പോൾ നിങ്ങൾ അസത്യം പറഞ്ഞുള്ള കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സത്യമൊന്നുമില്ല. അബ്സലൂട്ട് ജസ്റ്റിസ് ഈസ് എ സീറോ. പരമമായ നീതി അല്ലെങ്കിൽ പരമമായ സത്യം എന്ന് പറയുന്നത് ഒരു വലിയ ശൂന്യതയാണ്, അതിനർത്ഥമൊന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ടും ഭാരതത്തിലെ ആളുകൾക്ക് ഈ സത്യമേ പറയാവൂ എന്ന്, അല്ലെങ്കിൽ ത്യാഗം ചെയ്യണം എന്നുള്ള മനോഭാവം എവിടെ നിന്നുണ്ടായി? ത്യാഗം ചെയ്യണമെന്നുള്ള മനോഭാവം വ്യാസൻ അദ്ദേഹത്തിൻ്റെ ദർശനത്തിലൂടെ നമ്മുടെ രാജ്യത്തിൽ അടിച്ചേൽപ്പിച്ചതാണ്. അതിൽ നിന്ന് ഇപ്പോഴും നമുക്ക് മോചനം പ്രാപിച്ചു പോരാൻ സാധിക്കുന്നില്ല. സത്യം പറയുന്നവനാണ് നാം ബഹുമാനിക്കുന്നത്. സത്യം പറയുന്നവൻ നേതാവായിട്ട് വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി അദ്ദേഹം പറഞ്ഞത് അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളതായിട്ട് പോലും ആര്? ഗാന്ധിജി. വ്യാസൻ്റെ വാക്കുകളാണ് ഗാന്ധിജി സംസാരിച്ചത്. സത്യം ബ്രൂയാത് എന്ന് പറയുന്ന സംസ്കാരം തന്നെ അപ്രിയമായ സത്യം പറയരുതെന്നും പ്രിയമായ സത്യം മാത്രമേ പറയാവൂ എന്നും പറഞ്ഞു വെച്ചിട്ടില്ല എന്ന് വ്യാസൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞത് മനുവാണ്. മനു സ്മൃതികാരനാണ്. അപ്പോൾ അത് തൽക്കാലത്തേക്കുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. എന്നുവെച്ചാൽ സിവിൽ ലോയാണെന്നർത്ഥം. അത് അന്നത്തെ കാലദേശ വ്യവസ്ഥകൾക്കനുസരിച്ച്, ശ്രുതിയെ കാലദേശ വ്യവസ്ഥകൾക്കനുസരിച്ച് പരിവർത്തിപ്പിച്ച് പ്രചരിപ്പിക്കുന്നതും നിയമമുണ്ടാക്കുന്നതുമാണ് സ്മൃതി. അപ്പോൾ സിവിൽ ലോയാണ്. സിവിൽ ലോ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇടതുവശത്തുകൂടി അങ്ങനെയല്ലേ, ഇടതുവശത്തല്ലേ വാഹനങ്ങൾ പോകുന്നു. ഇടതുവശത്തുകൂടിയേ വാഹനങ്ങൾ സൈഡെടുത്ത് പോകാവൂ. ഇപ്പോൾ യൂറോപ്പിലാണെങ്കിൽ നേരെ മറിച്ചാണ്, വലതുവശത്തുകൂടിയാണ്. ഇവിടെയും ആ നിയമം നമുക്ക് മാറ്റിയേക്കാം. വലതുവശത്തുകൂടിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആളുകളൊക്കെ വലതുവശത്തൂടെ ഓടിച്ചുകൊണ്ടിരിക്കും. ഇതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകാമെന്നല്ല ലോകത്ത്. അപ്പോഴും ആളുകൾ എത്തുകൊണ്ടിരിക്കും. ഇടതുവശത്തോട് ഓടിച്ചാൽ വലതുവശത്ത് കൂടി ഓടിച്ചാൽ ആക്സിഡൻറ്റുകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഡ്രൈവർമാർ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് അതിനിവിടെ ഒരു നിഷ്കർഷയില്ല. അപ്പോൾ ആളുകൾ എപ്പോഴും ചത്തുകൊണ്ടിരിക്കും. സ്മൃതിയും ശ്രുതിയും തമ്മിൽ തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ ശ്രുതിയാണ് ആധികാരികം. ഇപ്പോൾ കാലികധർമ്മവും സനാതനധർമ്മവും
തമ്മിൽ പ്രശ്നമുണ്ടാകുമ്പോൾ സനാതനധർമ്മം എന്താണെന്ന് നോക്കണം. സനാതനധർമ്മമാണ് ശ്രുതിയിൽ പറയുന്നതിലെ ഏറെയും. ശ്രുതി ഇങ്ങനെ പറയുന്നത് കൊണ്ട് സനാതനധർമ്മം മാത്രമേ ശ്രുതിയിൽ പറയുന്നു എന്ന് അർത്ഥമെടുക്കരുത്. അതിനകത്ത് പല കഥകളും പലതരത്തിലുള്ള പ്രശസ്തി വാക്യങ്ങളും പലതരത്തിലുള്ള താൽക്കാലികമായ കാര്യങ്ങളും സാമൂഹികമായ പ്രതിപാദനങ്ങളും സാമൂഹ്യ ജീവിതത്തിൻ്റെ പ്രതിഫലനവും ഒക്കെ ശ്രുതികളിലുമുണ്ട്. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ അതിന് മുഖ്യമായ ചിത്രീകരണ പ്രാധാന്യം അല്ലെങ്കിൽ മുഖ്യമായി ചിത്രീകരിക്കുന്നത് സനാതന ധർമ്മങ്ങളാണ്, നിത്യസത്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഈ അപ്രിയമായ സത്യങ്ങൾ പറയുക എന്നുള്ളതായിരുന്നു വ്യാസൻ്റെ ദൗത്യം തന്നെ.